ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന ശമ്പളക്കാരായ ജീവനക്കാരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് 2026 ഏപ്രിൽ 1 സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. ദീർഘകാലമായി ചർച്ച ചെയ്യപ്പെട്ട 4 പുതിയ തൊഴിൽ കോഡുകൾ വേജ് കോഡ്, സോഷ്യൽ സെക്യൂരിറ്റി കോഡ്, ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ്, ഓക്യുപ്പേഷൻ സേഫ്റ്റി കോഡ് പൂർണ്ണമായും പ്രാബല്യത്തിൽ വരുന്നതോടെ ജീവനക്കാരുടെ ശമ്പള ഘടന, പ്രൊവിഡന്റ് ഫണ്ട്, ഗ്രാറ്റുവിറ്റി, ജോലി സമയം എന്നിവയിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. ഈ പരിഷ്കരണങ്ങൾ ഒരു ശരാശരി ജീവനക്കാരനെ എങ്ങനെ ബാധിക്കുമെന്നത് നിർണായകമാണ്. പുതിയ നിയമത്തിലെ ഏറ്റവും നിർണായകമായ ഘടകം വേജസ് അഥവാ വേതനം എന്നതിന്റെ നിർവചനമാണ്. പുതിയ നിയമപ്രകാരം ഒരു ജീവനക്കാരന്റെ അടിസ്ഥാന ശമ്പളം അയാളുടെ ആകെ ശമ്പളത്തിന്റെ കുറഞ്ഞത് 50% ആയിരിക്കണം. നിലവിലെ പല കമ്പനികളും തങ്ങളുടെ ശമ്പള വിഹിതം കുറയ്ക്കുന്നതിനായി അടിസ്ഥാന ശമ്പളം 25 മുതൽ 30% വരെയായി നിജപ്പെടുത്താറുണ്ട്. ബാക്കിയുള്ള തുക HRA, സ്പെഷ്യൽ അലവൻസ്, കൺവെയൻസ് അലവൻസ് എന്നിങ്ങനെ വിവിധ തലക്കെട്ടുകളിൽ നൽകും. ഇതിലൂടെ PF, ഗ്രാറ്റുവിറ്റി എന്നിവയിലേക്കുള്ള കമ്പനിയുടെ വിഹിതം കുറയ്ക്കാൻ സാധിക്കുമായിരുന്നു. ഇനി മുതൽ അലവൻസുകൾ ആകെ ശമ്പളത്തിന്റെ 50% കൂടാൻ പാടില്ല. അലവൻസുകൾ ഈ പരിധി കടന്നാൽ അധികമായി വരുന്ന തുക അടിസ്ഥാന ശമ്പളത്തിന്റെ ഭാഗമായി കണക്കാക്കും. ഇത് നിങ്ങളുടെ റിട്ടയർമെന്റ് സമ്പാദ്യം വർദ്ധിപ്പിക്കാനും സഹായിക്കും. ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആശങ്ക മാസാമാസം കയ്യിൽ കിട്ടുന്ന ശമ്പളം കുറയുമോ എന്നതാണ്. അടിസ്ഥാന ശമ്പളം വർദ്ധിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും PF വിഹിതവും വർദ്ധിക്കും. പ്രൊവിഡന്റ് ഫണ്ട് കണക്കാക്കുന്നത് അടിസ്ഥാന ശമ്പളത്തിന്റെ 12% എന്ന കണക്കിലാണ്. അടിസ്ഥാന ശമ്പളം 50% ഉയരുമ്പോൾ ശമ്പളത്തിൽ നിന്നുള്ള PF പിടുത്തവും കൂടും. അതുകൊണ്ട് മാസാമാസം കയ്യിൽ കിട്ടുന്ന തുകയിൽ നേരിയ കുറവുണ്ടായേക്കാം. കയ്യിൽ കിട്ടുന്ന ശമ്പളം കുറഞ്ഞാലും നിങ്ങളുടെ PF അക്കൗണ്ടിലേക്ക് വലിയൊരു തുക നിക്ഷേപിക്കപ്പെടും. കമ്പനിയുടെ വിഹിതവും ഇതേപോലെ വർദ്ധിക്കുമെന്നതിനാൽ വിരമിക്കൽ കാലത്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന തുക നിലവിലുള്ളതിനേക്കാൾ വളരെ കൂടുതലായിരിക്കും. ജോലി വിടുമ്പോൾ ലഭിക്കുന്ന ഗ്രാറ്റുവിറ്റി തുക കണക്കാക്കുന്നതും അടിസ്ഥാന ശമ്പളത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അടിസ്ഥാന ശമ്പളം വർദ്ധിക്കുന്നതോടെ ജീവനക്കാർക്ക് ലഭിക്കുന്ന ഗ്രാറ്റുവിറ്റി തുകയിൽ വൻ വർധനവുണ്ടാകും. മറ്റൊരു പ്രധാന മാറ്റം സ്ഥിരകാല ജീവനക്കാർക്ക് വേണ്ടിയുള്ളതാണ്. നിലവിൽ ഗ്രാറ്റുവിറ്റി ലഭിക്കാൻ ഒരു സ്ഥാപനത്തിൽ 5 വർഷം ജോലി ചെയ്യണമെന്ന നിബന്ധനയുണ്ട്. എന്നാൽ പുതിയ നിയമങ്ങൾ പ്രകാരം ഈ വിഭാഗത്തിലുള്ളവർക്ക് 1 വർഷം പൂർത്തിയാക്കിയാൽ തന്നെ ഗ്രാറ്റുവിറ്റിക്ക് അർഹതയുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് IT മേഖലയിലും മറ്റും ചുരുങ്ങിയ കാലയളവിൽ ജോലി മാറുന്നവർക്ക് വലിയ ആശ്വാസമാകും. ജോലി സമയത്തിന്റെ കാര്യത്തിലും പുതിയ തൊഴിൽ നിയമം വിട്ടുവീഴ്ചകൾക്കും മാറ്റങ്ങൾക്കും വഴി തുറക്കുന്നു. ആഴ്ചയിൽ 48 മണിക്കൂർ ജോലി ചെയ്യണമെന്ന ആഗോള നിബന്ധന നിലനിർത്തിക്കൊണ്ട് തന്നെ കമ്പനികൾക്ക് വേണമെങ്കിൽ പ്രവൃത്തി ദിനങ്ങൾ 4 കുറയ്ക്കാം. എന്നാൽ ഇതിനായി ഒരു ദിവസം 12 മണിക്കൂർ ജോലി ചെയ്യേണ്ടി വരും. ജീവനക്കാരും തൊഴിലുടമയും തമ്മിലുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇത് നടപ്പിലാക്കാൻ കഴിയൂ. ആഴ്ചയിൽ 3 ദിവസത്തെ ശമ്പളത്തോടു കൂടിയ അവധി ഇതിന്റെ ഭാഗമായി ലഭിക്കും. കൂടാതെ വർഷാവസാനം ബാക്കിയുള്ള അവധി ദിനങ്ങൾ പണമാക്കി മാറ്റുന്ന പ്രക്രിയ കൂടുതൽ ലളിതവും വേഗത്തിലുമാകും. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ വലിയൊരു പങ്ക് വഹിക്കുന്ന സൊമാറ്റോ, സ്വിഗ്ഗി, ഊബർ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ ജോലി ചെയ്യുന്ന കിക്ക് വർക്കർമാരെ ആദ്യമായി നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരുന്നു എന്നതാണ് ഈ പരിഷ്കരണത്തിന്റെ മറ്റൊരു സവിശേഷത. ഇവർക്ക് സാമൂഹിക സുരക്ഷാ പദ്ധതികളും ഇൻഷുറൻസ് പരിരക്ഷയും ഉറപ്പാക്കാൻ കമ്പനികൾ ബാധ്യസ്ഥരാകും. രാജ്യമെമ്പാടും എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമായ രീതിയിൽ ഒരു ഏകീകൃത മിനിമം വേതനം കേന്ദ്ര സർക്കാർ നിശ്ചയിക്കും. ഒരു സംസ്ഥാനത്തിനും ഈ നിശ്ചിത തുകയിൽ കൂലി നിശ്ചയിക്കാൻ അധികാരമുണ്ടാകില്ല. ഇത് ഗ്രാമപ്രദേശങ്ങളിലും അസംഘടിത മേഖലകളിലും കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് വലിയൊരു സുരക്ഷാ കവചമായി മാറും. 2026 ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങൾ കൂടി കണക്കിലെടുക്കുമ്പോൾ പുതിയ ശമ്പള ഘടന നികുതി കണക്കുകൂട്ടലുകളെയും ബാധിക്കും. അടിസ്ഥാന ശമ്പളം കൂടുന്നതോടെ സെക്ഷൻ 80C പ്രകാരമുള്ള നിക്ഷേപങ്ങൾക്കും മറ്റ് ഇളവുകൾക്കും ജീവനക്കാർ കൂടുതൽ പ്രാധാന്യം നൽകേണ്ടി വരും. കമ്പനികൾ നൽകുന്ന പെർക്വിസിറ്റുകൾ നികുതി പരിധിയിൽ എങ്ങനെ വരുമെന്നതും ശ്രദ്ധേയമാണ്. ചുരുക്കത്തിൽ 2026 ഏപ്രിൽ 1 മുതൽ നടപ്പിലാക്കുന്ന മാറ്റങ്ങൾ ചെറിയ കാല അടിസ്ഥാനത്തിൽ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ശമ്പളത്തെ ബാധിച്ചേക്കാമെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ ഇതൊരു വലിയ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്നു. വിരമിക്കൽ കാലത്തേക്കുള്ള സമ്പാദ്യവും ഗ്രാറ്റുവിറ്റി തുകയും വർദ്ധിക്കുന്നത് ഇന്ത്യൻ തൊഴിലാളികൾക്ക് ഗുണകരമാണ്. ഈ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുമ്പോൾ നിങ്ങളുടെ കമ്പനി പുതിയൊരു ശമ്പള ഉടമ്പടി നിങ്ങൾക്ക് നൽകും. ഇതിലെ ഓരോ ഘടകങ്ങളും, പ്രത്യേകിച്ച് PF പിടുത്തവും ഗ്രാറ്റുവിറ്റി നിബന്ധനകളും കൃത്യമായി പരിശോധിക്കേണ്ടതും നിങ്ങളുടെ സാമ്പത്തിക സുരക്ഷയ്ക്ക് അനിവാര്യമാണ്.